ഒരു സ്ത്രീക്ക് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം? ഒരു പൊതുവേ ഈ ഫൈബ്രോയിഡ് യൂട്രസ് വരുന്നത് പ്രായം എന്ന് പറയുന്നത് 20 വയസ്സിന് ശേഷം ഒരു 45-50 വയസ്സ്, ചിലപ്പോൾ 55 വയസ്സ് വരെയൊക്കെയുള്ള പ്രായത്തിലാണ് ഏറ്റവും കൂടുതലായി കാണുന്നത്. ഇത് പ്രധാനമായും അവരുടെ റിപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയും, അതായത് നമ്മളുടെ പീരീഡ്സിലുള്ള സമയം. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളിൽ സാധാരണ ഉണ്ടാവുന്ന രക്തസ്രാവത്തിൽ കൂടുതൽ പീരീഡ്സിൻ്റെ സമയത്ത് രക്തസ്രാവം ഉണ്ടാവുക എങ്കിൽ അത് ഇൻഡയറക്റ്റ്ലി ഒരു ഫൈബ്രോയിഡിൻ്റെ സാധ്യതകളിലേക്കായിരിക്കും വിരൽ ചൂണ്ടുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഫൈബ്രോയിഡ് എവിടെയാണോ നിൽക്കുന്നത്, യൂട്രസിൻ്റെ ഏത് ഭാഗത്താണോ നിൽക്കുന്നത്, അതിനനുസരിച്ച് ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചേക്കാം. ചില ഫൈബ്രോയിഡിൻ്റെ യൂട്രസിൻ്റെ പുറകുവശത്ത് നിൽക്കുന്ന ഫൈബ്രോയിഡുകൾ ചിലപ്പോൾ ബാക്ക് പെയിൻ ഉണ്ടാക്കും. അതേപോലെ തന്നെ വലിയ മുഴകളാണെങ്കിൽ ചിലപ്പോൾ ഈ യൂട്രസിൻ്റെ മേലെയുള്ള ഫൈബ്രോയിഡ് തൊട്ടടുത്തുള്ള മൂത്രസഞ്ചിയുടെ മേലെ പ്രഷർ ഉണ്ടാക്കുകയും ഇടയ്ക്കിടെ നമുക്ക് മൂത്രം പോകണം തോന്നുക, ചിലപ്പോൾ മൂത്രം ഒഴിഞ്ഞു പോകാതിരിക്കുക, ചിലപ്പോൾ മൂത്രത്തിൽ ഇടയ്ക്കിടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. മൂത്രം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുള്ള തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ടാവുക. അതുപോലെ തന്നെ യൂട്രസിൻ്റെ പുറത്ത് ഭാഗത്ത്, അതായത് പുറകുവശത്ത് ഉണ്ടാകുന്ന മുഴകളാണെങ്കിൽ അത് മലാശയത്തിൻ്റെ മേലെ പ്രഷർ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കിടെ മോഷൻ പോകാൻ തോന്നുക, ചിലപ്പോൾ മോഷൻ കൃത്യമായിട്ട് പോകുന്നില്ല എന്നുള്ളൊരവസ്ഥ വരിക, മലസ്തംഭനം ഉണ്ടാവുക. ഇങ്ങനെ പല പല ലക്ഷണങ്ങളായിട്ട് ഇത് പുറത്തേക്ക് വരാം. ചില രോഗികൾ നമ്മുടെ അടുത്ത് പറയാറുള്ളത് അവർ ബന്ധപ്പെടുന്ന സമയത്ത് പെയിൻ ഉണ്ടാവുന്നത് യൂട്രസിൻ്റെ ഫൈബ്രോയിഡ് കൊണ്ടാവാം. ഇത് പ്രധാനമായിട്ടും സെർവിക്കൽ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ യൂട്രസിൻ്റെ താഴെ ഭാഗത്തുള്ള ഫൈബ്രോയിഡുകളാണ് ഇത് വളരെ കൂടുതലായി കാണുന്നത്.